ഇറങ്ങിയതിന് ശേഷം ഭയങ്കരമായിട്ട് ഒരു റെസ്പോൺസ് ഒക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സിനിമയിലേക്ക് കൊണ്ടുവന്ന ആൾ തന്നെ വീണ്ടും ഒരു നിവിനെ തിരിച്ചു കൊണ്ടുവരാൻ മുന്നിട്ട് നിൽക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത്. എങ്ങനെയാണ് അത്? അല്ല, നിവിനെ തിരിച്ചു കൊണ്ടുവരാന്നുള്ള സംഭവമൊന്നുമില്ല. നിവിൻ എപ്പോഴും ഇവിടെ ഉണ്ട്. നിവിന് ശരിക്കും ഒരു എന്താ പറയുക, നിവിന് വിളയാടാനുള്ള ഒരു സ്പേസ് കിട്ടിക്കഴിഞ്ഞാൽ അവൻ ഗ്രൗണ്ട് നിറഞ്ഞ് കളിച്ചോളും. അപ്പോൾ ഇതിൽ ആ സ്പേസ് ഉണ്ടായിരുന്നു, അവനത് നന്നായിട്ട് യൂസ് ചെയ്തു. അതേപോലെ തന്നെ ആൾക്കാർ അപ്പുവിനെയും ധ്യാനെയും ആ കോമ്പിനേഷനെ പറ്റിയിട്ട് പറയുന്നുണ്ട്, അജുവിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. കേൾക്കുമ്പോൾ സന്തോഷമുണ്ട്. ഇതിനകത്ത് കുറച്ച് സെൽഫ് ട്രോൾ ടൈപ്പ് ഡയലോഗുകളും പിന്നെ ആളെ ട്രോൾ ചെയ്യുന്നവർക്കുള്ള ഒരു മറുപടി ഒക്കെ ഉണ്ടായിരുന്നല്ലോ. അത് വിനീതിൻ്റെ മാത്രം കോൺട്രിബ്യൂഷൻ ആയിരുന്നു, അത് നിവിൻ്റെയും കോൺട്രിബ്യൂഷൻ ഉണ്ടായിരുന്നു അതിനകത്ത് ആ ഡയലോഗുകളിൽ? എഴുതി വെച്ച് തന്നെയാണ് നിവിൻ ചെയ്തത്. ഇനോഗ്രേഷൻ്റെ സ്ഥലത്തൊക്കെ ഒരു അയ്യോ എന്ന് പറഞ്ഞ സാധനമൊക്കെ നിവിൻ ആഡ് ചെയ്തത്. അങ്ങനെ ചില നുറുക്ക് പരിപാടികളൊക്കെ അവൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആവശ്യമില്ലല്ലോ. ആവശ്യമില്ല ഇവിടെ, കാണുമ്പോൾ ആവശ്യമില്ല. എന്തെങ്കിലും ചെറിയൊരു ഫൈറ്റും കൂടെ തന്നിട്ട് അല്ല, എങ്കിലും പ്രേക്ഷകർ കണ്ട്, ഞാൻ കണ്ടു വർക്കാണ്. കുറച്ചുകൂടെ വിശ്വാസം. അതെ അതെ, ഈ തൂക്കം പറഞ്ഞ തൂക്കം ശരിക്കില്ലേ? ഈ വിഷയം വിട്ടേക്ക് കിട്ടും മോനെ. ഈ വിഷയം വിട്ടേക്ക്. ബേസിലിനെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഈ വിഷയം ബേസില് ഏതൊരു ലോഡ്ജിൽ റൂം എടുത്ത് നല്ല മദ്യവെച്ചോണ്ടിരിക്കും, സഹിക്കാൻ പറ്റാതെ രാവിലെ എവിടെ നിന്ന് തിയേറ്ററിൽ പോയി കണ്ടു. അപ്പൊ അതിന്റെ വിഷമത്തിൽ ആരും കണ്ടുകിട്ടുന്ന ആൾക്കാരെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലാണ്. ഈ വിഷു ധ്യാൻ കൊണ്ടുപോയോ? നമ്മളെ കൊണ്ടുപോയി, ചേട്ടൻ കൊണ്ടുപോയി. എനിക്ക് പങ്കില്ല. ഈ വിഷയം 3 പേരും കൊണ്ടുപോയി. നമ്മളും ആവേശവും ജയഗണേഷും എല്ലാം നല്ല പടം പറയാൻ നല്ല പടം. പക്ഷെ നമ്മൾ നോക്കി കുറച്ചേരം റെസ്റ്റ് എടുക്കും.